പവിത്രത്തിൽ സ്ത്രീയെ കൊലപ്പെടുത്തുന്ന നമ്മുടെ വിക്രത്തെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കും. പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ സ്വത്തിനു വേണ്ടി വേദയെ തല്ലിച്ചതയ്ക്കുന്ന ഒരു കാഴ്ച. വേദയാണെങ്കിൽ ഒപ്പിടാൻ തയ്യാറല്ല. വിക്രം വേദയോട് പറയുന്നുണ്ട് ഒരിക്കലും ഒപ്പിട്ട് കൊടുക്കരുതെന്ന്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വേദ ഒപ്പിടുന്നില്ല കേട്ടോ. അപ്പോഴാണ് നേരെ വിക്രത്തിൻ്റെ മേത്തേക്ക് കയറുന്നത് എന്ന് കാണാൻ കഴിയും. വിക്രത്തെ തല്ലുമ്പോൾ വേദ നല്ല രീതിയിൽ തന്നെ സങ്കടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സങ്കടം മുതലെടുത്തുകൊണ്ട് തന്നെ വിക്രത്തെ തല്ലി വേദയെ കൊണ്ട് ഒപ്പിടിക്കാമെന്നുള്ളൊരു ചിന്തയിലേക്ക്, എന്നൊരു സന്ദർഭത്തിലേക്ക് നമ്മുടെ ശ്രീയും കൂടാതെ അമ്മായിയച്ഛനും ശോഭിയും എത്തുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അവർ ഒപ്പിടിക്കാനായിട്ട് വിക്രമിനെ തല്ലുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ വേദയാണെങ്കിൽ ഒപ്പിട്ട് തരാം എന്ന് പറയുന്നു. എന്നാൽ നീ ഇതിൽ ഒപ്പിടടി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പേന നീട്ടുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുക. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വേദയാണെങ്കിൽ ഒപ്പിടാനായിട്ടൊരുങ്ങുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒപ്പിട്ട് തുടങ്ങുന്ന ആ സമയം തന്നെ നമ്മുടെ സേതു വരുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുക. കൃത്യസമയം തന്നെ സേതു വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. സേതു വരുന്നത് കൊണ്ട് തന്നെ ഒപ്പിടൽ നടക്കുന്നില്ല എന്ന് കാണാൻ കഴിയും പ്രേക്ഷകരെ. സേതു ആണെങ്കിൽ വിക്രത്തെ സഹായിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ സേതു കുറേ പേരെ തല്ലിച്ചതയ്ക്കുന്നൊരു കാഴ്ച. ഇതിനിടയിൽ അനിയൻകുട്ടൻ വിക്രത്തിൻ്റെയും വേദയുടെയും മരത്തിൽ കെട്ടിയിരിക്കുന്ന കെട്ട് അഴിക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവർ മോചിതരാകുന്നത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വിക്രവും സേതുവിനെ സഹായിക്കാനായിട്ട് കൂടുമ്പോൾ പിന്നെ നടക്കുന്നത് ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു പൊരിഞ്ഞ അടി തന്നെയാണ് പ്രിയ പ്രേക്ഷകരെ അവിടെ നടക്കുന്നത് കേട്ടോ. അങ്ങനെ അടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയം നമ്മുടെ വിക്രമാണെങ്കിൽ ഗുണ്ടകളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആ സമയം വിക്രം കാല് വഴുതി ഒന്ന് കൊക്കയിലേക്ക് വീഴാനായിട്ട് പോകുന്നുണ്ട്. ആ സന്ദർഭം വളരെ അപകടം നിറഞ്ഞതാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും വിക്രത്തെ രക്ഷിക്കാനായിട്ട് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാനായിട്ട് അനിയൻകുട്ടൻ ചെല്ലുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് ദേഷ്യത്തിൽ നമ്മുടെ കയ്യിലുണ്ടായ തോക്ക് വലിച്ചെറിഞ്ഞ് അമ്മായിയച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ, ഇനി ഇവരുടെ കഥയൊന്നും വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരെ അങ്ങോട്ട് കൊന്നേക്ക് എന്ന് പറയുന്നത് കാണാൻ കഴിയും. ആദ്യം തന്നെ അനിയൻകുട്ടൻ്റെ നെഞ്ചിൽ വെടിവെക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയും. ഇതേ സമയമാണെങ്കിൽ അനിയൻകുട്ടൻ വെടിയേറ്റ് നിലത്ത് വീഴുമ്പോൾ നമ്മുടെ വേദയ്ക്ക് വല്ലാത്ത ഷോക്ക് തന്നെയാകുന്നുണ്ട്. വേദയും താഴെ വീഴുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. വേദയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സങ്കടപ്പെട്ട് ബോധമില്ലാതെ നിലത്ത് കിടക്കാണ്. ഇവിടെ വിക്രം താൻ സഹോദരനെ പോലെ സ്നേഹിച്ച അനിയൻകുട്ടന് ഈ ഗതി വന്നല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഓടിച്ചെന്ന് തോക്ക് വാങ്ങാനായിട്ടൊരുങ്ങുന്നുണ്ട് കേട്ടോ. ഇതേ സമയമാണെങ്കിൽ വെടിവെക്കാൻ മുതിരുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും തോക്ക് വാങ്ങുന്ന വിക്രത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം അനിയൻകുട്ടനെ ഒന്ന് നോക്കിയതിനു ശേഷം അനിയൻകുട്ടനെ ഇല്ലാതാക്കാൻ നോക്കിയ നമ്മുടെ അമ്മായിയച്ഛൻ്റെ നെഞ്ചിൽ തന്നെ ഒരു കഥന പൊട്ടിക്കുന്ന മാതിരി വെടി പൊട്ടിക്കുന്ന കാഴ്ച
കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അമ്മായിയച്ഛനാണെങ്കിൽ വെടിയേറ്റ് നിലത്ത് വീഴുമ്പോൾ, ഒരാൾ വെടിയേറ്റ് നിലത്ത് വീണ് കിടക്കുമ്പോൾ ജോബി ഓടുന്നൊരു കാഴ്ചയാണ് പ്രിയ പ്രേക്ഷകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതായത് ജോബിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ വേദയെയും വിക്രത്തെയും ഉപദ്രവിക്കുക എന്നതാണ്. പക്ഷേ വിക്രം പൂർണ്ണ ശക്തിയോടെ തിരികെ വരുമ്പോൾ വിക്രത്തിൻ്റെ മുൻപിൽ നെഞ്ചും വിരിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജോബി ഓടി രക്ഷപ്പെടുന്നൊരു കാഴ്ച കാണാൻ കഴിയും, കാണാൻ സാധിക്കും. എന്നിരുന്നാലും ഓടാൻ ശ്രമിക്കുന്ന ജോബിയെ ഓടിച്ചിട്ട് വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട് വിക്രം എന്നതും കാണാതെ പോകരുതല്ലോ. കൂടാതെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വിക്രമാണെങ്കിൽ പിന്നെ ശ്രീകാന്തിൻ്റെ നേരെയാണ് വരുന്നത് എന്ന് കാണാം. ശ്രീകാന്താണല്ലോ ഈ ചതിക്ക് പിന്നിൽ, വേദയെ ഉപദ്രവിക്കാനും കൂടാതെ തന്നെ എല്ലാത്തിൻ്റെയും പിന്നിൽ. അതുകൊണ്ട് തന്നെ ശ്രീകാന്തിൻ്റെ കഥ തീർക്കാനായിട്ട് വിക്രം ഒരുങ്ങുന്നുണ്ട്. എന്നിരുന്നാലും വിക്രം ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ശ്രീകാന്തിനെ. അതായത് വേറൊന്നുമല്ല, ശ്രീകാന്തിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ താൻ ജയിലിലേക്ക് പോകും എന്ന് ഉറപ്പുണ്ട് വിക്രത്തിന്. അതുകൊണ്ട് തന്നെ വിക്രമാണെങ്കിൽ മാറി നിൽക്കുന്നതാണ് കാണാനായിട്ട് കഴിയുക. പക്ഷേ ശ്രീകാന്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് വെടി ഇരന്നു വാങ്ങുന്നു, മരണം ഇരന്നു വാങ്ങുന്നു എന്ന് വേണം കാണാൻ കഴിയാൻ, കാണാൻ സാധിക്കാൻ. ശ്രീകാന്തിനും കിട്ടുന്നുണ്ട് പിടിവലിക്കിടയിൽ നെഞ്ചിലൊരു വെടി. ഒടുവിൽ ശ്രീകാന്തും മരിച്ചു വീഴുമ്പോൾ വിക്രം അവരെ രണ്ടുപേരെയും കൊന്നു എന്ന വാർത്ത പ്രചരിക്കുന്നൊരു കാഴ്ച, വേദയെ സേതുവിൻ്റെ കൂടെ അയക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. വേദയോട് വിക്രം പറയുന്നുണ്ട്, നീയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നീയും കേസിലെ പ്രതിയായി മാറും. അതുകൊണ്ട് നീ പോയിക്കോ വേദേ, വിരഹമാണെങ്കിൽ വിരഹം, ഞാൻ എന്തായാലും കാത്തിരിക്കും. നീയല്ലാതെ വേറെ ആരും എൻ്റെ മനസ്സിലൊന്നും ഉണ്ടാവില്ല. ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും. നീ അതുവരെ സേതുവിൻ്റെ കൂടെ നിന്നോ എന്ന് പറയുന്നതും, ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരുന്നോളൂ എന്ന് പറയുന്നതും കാണാൻ കഴിയും. ഈ സമയം നിറകണ്ണുകളോടെ വേദ സേതുവിൻ്റെ കൂടെ പോകുന്നത് കാണാം. അങ്ങനെ വിക്രത്തെ പോലീസ് പിടികൂടുന്നുണ്ട്, വിക്രത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. വേദയാണെങ്കിൽ ആ കോടതി വിധി കേൾക്കാനായിട്ട്, എന്താണ് വിധി എന്നറിയാനായിട്ട് വരുന്നതും കാണാൻ കഴിയും, കാണാൻ സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ, പ്രിയ പ്രേക്ഷകരെ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കണേ.